ഇന്നത്തെ അറിയിപ്പുകൾ. ഓണക്കാല യാത്രാ തിരക്ക് നിയന്ത്രിക്കാൻ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താനൊരുങ്ങി KSRTC. യാത്രക്കാർക്ക് കൂടുതൽ സീറ്റുകളും സുഗമമായ യാത്രയും ഉറപ്പാക്കാനാണ് കോർപ്പറേഷന്റെ പുതിയ നീക്കം. ഓണക്കാലത്ത് സംസ്ഥാനത്തിനകത്തും പുറത്തും അനുഭവപ്പെടുന്ന കനത്ത യാത്രാ തിരക്ക് കണക്കിലെടുത്ത് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താൻ KSRTC തീരുമാനിച്ചു. സ്വന്തം ബസ്സുകളുടെ കുറവ് പരിഹരിച്ച് കൂടുതൽ സർവീസുകൾ നടത്താനാണ് ഈ നീക്കം. ഇതിന്റെ ഭാഗമായി സ്വകാര്യ ബസ് ഉടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. വാടകയ്ക്കെടുക്കുന്ന ബസ്സുകൾ KSRTCയുടെ നിയന്ത്രണത്തിലായിരിക്കും സർവീസ് നടത്തുക. ഡ്രൈവർ, കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ KSRTC നിയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്. യാത്രക്കാർക്ക് സമയബന്ധിതവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഓണത്തോടനുബന്ധിച്ച് ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ ആവശ്യകത എല്ലാ വർഷവും ഗണ്യമായി ഉയരുന്ന സാഹചര്യത്തിലാണ് KSRTCയുടെ പുതിയ തീരുമാനം. അധിക സർവീസുകൾ വഴി ടിക്കറ്റ് ക്ഷാമം കുറയ്ക്കാനും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേള ജൂലൈ 23 ആരംഭിക്കും. രാവിലെ 11 തിരുവനന്തപുരം LMS കോമ്പൗണ്ടിൽ ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ മേള ഉദ്ഘാടനം ചെയ്യും. M വിൻസെന്റ് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MR ബൈജു MLA ആദ്യ വിൽപ്പന നിർവഹിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെ നടക്കുന്ന മേളയിൽ ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ഓരോ 1000 രൂപയുടെ വാങ്ങലിലും ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മേള LMS കോമ്പൗണ്ടിലും തുടർന്ന് ആഗസ്റ്റ് 10 മുതൽ 25 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിലും നടക്കും. സംസ്ഥാനത്ത് റാഗിംഗ് തടയാൻ പുതിയ നിയമവുമായി സർക്കാർ. സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള റാഗിംഗ് പൂർണ്ണമായും തടയാൻ പുതിയ നിയമം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചു. വയനാട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ പേരിൽ സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് പരാതികൾ എളുപ്പത്തിൽ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് ഒരുക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അതേസമയം പ്രതിസന്ധിയിലായ കയർ മേഖലയെ സഹായിക്കാൻ ഓണക്കാലത്ത് പ്രത്യേക വിൽപ്പന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും വ്യവസായ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി ക്ഷാമം മറികടക്കാൻ 200 മെഗാവാട്ട് വൈദ്യുതി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനും മന്ത്രിസഭ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായ വിതരണം വേഗത്തിലാക്കിയതായും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ സ്ഥാപനങ്ങളിലെ കെട്ടിട നിർമ്മാണ സേവനങ്ങളിലെ അഴിമതി തടയാൻ വിജിലൻസിന്റെ പ്രത്യേക പരിശോധന. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധനയുമായി വിജിലൻസ്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ കെട്ടിട നിർമ്മാണാനുമതി, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, കെട്ടിട നമ്പർ അനുവദിക്കൽ, നികുതി നിർണയം, അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ സംസ്ഥാനതല മിന്നൽ പരിശോധന ആരംഭിച്ചു. പ്രൊജക്ട് 0 ഭാഗമായാണ് നടപടി. നിർമ്മാണ ഘട്ടങ്ങൾ ലംഘിച്ച കെട്ടിടങ്ങൾക്ക് കൈക്കൂലി വാങ്ങി അനുമതി നൽകുന്നതും സ്വകാര്യ കൺസൾട്ടൻസികൾ ഇടനിലക്കാരായി പ്രവർത്തിച്ച് ഓൺലൈൻ UPA വഴിയുള്ള കൈക്കൂലി ഇടപാടുകൾ നടത്തുമെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകൾ, 30 മുനിസിപ്പാലിറ്റികൾ, 24 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ 68 ഓഫീസുകളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ വിജിലൻസിന്റെ ടോൾ ഫ്രീ 1064 നമ്പറിലോ മറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.